ഹലോ ഹായ്, എൻ്റെ പേര് ശ്രീജ. എല്ലാവർക്കും ഈസി ക്രാക്കിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ദ ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നും ഒരു എഡിറ്റോറിയൽ എടുത്തിട്ട് അതിൻ്റെ ഒരു അനാലിസിസ് ആണ്. സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അതിനകത്ത് ഓൾ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിക്, ഡേഞ്ചർ ഇൻ ദ എയർ ഓൺ PIA ഫ്ലൈറ്റ് ക്രാഷ്. അതായത് പാകിസ്ഥാനിൽ ഈ ഇടയ്ക്ക് നടന്നിരുന്ന ഒരു ഫ്ലൈറ്റ് ക്രാഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. സോ എഡിറ്റോറിയലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് ഈ PIA ഫ്ലൈറ്റ് ക്രാഷ് എന്ന് നോക്കാം. PIA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ്, അതായത് പാകിസ്ഥാൻ്റെ ഒരു ഫ്ലാഗ് കാരിയറാണ് ഈ PIA എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ് കാരിയർ എന്ന് പറയുന്നത് എയർ ഇന്ത്യ ആണ്. ഇനി എന്താണ് ഈ ഫ്ലാഗ് കരിയർ? ഫ്ലാഗ് കരിയർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലൊരു കമ്പനി, അതായത് എയർലൈൻ അല്ലെങ്കിൽ ഷിപ്പിംഗ് കമ്പനീസ് ആയിരിക്കും. ഈ കമ്പനികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകമായിട്ട് അധികാരങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങളുണ്ടായിരിക്കും ഇൻ്റർനാഷണൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിൽ വരുന്ന ഒരു കമ്പനിയാണ് PIA എന്ന് പറയുന്നത്. ഈ PIAയിൽ ഉള്ള ഒരു ഫ്ലൈറ്റ്, അതായത് PK8303 എന്ന് പറയുന്ന ഫ്ലൈറ്റാണ് ക്രാഷ് ചെയ്യപ്പെട്ടത്. അതിനകത്തുണ്ടായിരുന്ന എയർബസ് എന്ന് പറയുന്നത് A320214 എന്ന് പറയുന്ന എയർബസ്സാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഫ്ലൈറ്റിനകത്ത് 99 ആളുകളാണ് ഉണ്ടായിരുന്നത്, അതായത് 91 പാസഞ്ചേഴ്സ്, 91 പാസഞ്ചേഴ്സും 8 ക്രൂ മെമ്പേഴ്സും. ഈ ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ഇൻറ്റേർണൽ ഓപ്പറേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ആളുകളാണ് ഈ ക്രൂ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ 99 ആളുകളാണ് ആ ഫ്ലൈറ്റിലുണ്ടായിരുന്നത്. അതിൽ 97 ആളുകൾ മരണപ്പെട്ടു, 2 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇനി എങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് ക്രാഷ് നടന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതുവരെ ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ആ ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്ന പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളറിൽ നിന്നും വന്നിരിക്കുന്ന 3 വാർണിംഗ്സ് ഇഗ്നോർ ചെയ്തു, അല്ലെങ്കിൽ കാര്യമായി എടുത്തില്ല. അതുകൊണ്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നാണ് പറയുന്നത്. സോ ഈ പൈലറ്റിന് എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന 3 വാർണിംഗ്സും ഈ എയർക്രാഫ്റ്റിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ആൻഡ് സ്പീഡ് റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. ഏറ്റവും ആദ്യത്തെ വാർണിംഗ് എന്ന് പറയുന്നത് ഈ എയർക്രാഫ്റ്റ് 10,000 അടി എന്ന ഓൾട്ടിറ്റ്യൂഡ് കവർ ചെയ്ത് നിൽക്കുമ്പോഴാണ്. ആ സമയത്ത് പക്ഷേ ആകെ വേണ്ടിയിരുന്നത് 7,000 അടി മാത്രമാണ്. ആ ഒരു ഹൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓൾട്ടിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ആദ്യത്തെ വാർണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാർണിങ്ങിന് പൈലറ്റിൻ്റെ മറുപടി എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഒരു ഓൾട്ടിറ്റ്യൂഡിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണ് എന്നതായിരുന്നു. ഇനി എയർ ട്രാഫിക് കൺട്രോളറിൽ നിന്നും പൈലറ്റിന് രണ്ടാമത്തെ വാർണിംഗ് വരുന്നത് ഈ എയർക്രാഫ്റ്റ് ജിന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും 10 നോട്ടിക്കൽ മൈൽ അകലെ ആയിരിക്കുമ്പോഴാണ്. 10 നോട്ടിക്കൽ മൈൽ. ഈ നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് ഈ സ്പേസ് നാവിഗേഷൻ, അതേപോലെ ഇതെനിക്ക് ഷിപ്പിംഗ്, അതേപോലെ പ്ലെയിൻ, ഇത്തരം സാഹചര്യങ്ങളിൽ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് തന്നെയാണ്. ഈ 1 നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത് 1852 മീറ്ററാണ്, 1852 മീറ്റേഴ്സ്. അപ്പം 10 നോട്ടിക്കൽ മൈൽസ് അകലെ ആയിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ വാർണിംഗ് വരുന്നത്. സോ ആ വാർണിംഗും ഇതേപോലെ എയർക്രാഫ്റ്റിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് സ്പീഡ് റിലേറ്റ് ചെയ്ത് തന്നെയായിരുന്നു. അതായത് ആ സമയത്ത് പാലിക്കേണ്ട ഒരു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 3000 അടി മാത്രമാണ്. പക്ഷേ ആ സമയത്ത് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 7,000 അടിയായിരുന്നു. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വാർണിംഗ് ആയിരുന്നു രണ്ടാമത്തെ വാർണിംഗ്. അപ്പോഴും സെയിം റെസ്പോൺസ് തന്നെ ആയിരുന്നു പൈലറ്റിൻ്റെ ഭാഗത്തുനിന്ന്. അദ്ദേഹം ഈ ഒരു ഓൾട്ടിറ്റ്യൂഡിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണ് എന്നായിരുന്നു. ദെൻ അദ്ദേഹം പറഞ്ഞിരുന്നത് അദ്ദേഹം ലാൻഡ് ചെയ്യാൻ പോവുകയാണ് എന്നായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ആ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് മാത്രം തന്നെയല്ല, ആ പ്ലെയിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് 3 തവണ റൺവേയിൽ ഇടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് സ്പാർക്ക് ഉണ്ടാവുകയും ചെയ്തു. സോ ഇത്തരം ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ ആ പൈലറ്റ് എടുത്തിരുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് റീ ലാൻഡിങ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഗോ അറൗണ്ട് ആയിരുന്നു. അതായത് വീണ്ടും ആ റൺവേയിൽ നിന്നും പ്ലെയിനെ ടേക്ക് ഓഫ് ചെയ്ത് ഒരു ചെറിയ കറക്കം കറങ്ങി ദെൻ വീണ്ടും ലാൻഡിങ്ങിന് ശ്രമിക്കുക എന്നതായിരുന്നു. ആൻഡ് ഇദ്ദേഹം ഈ പ്ലെയിൻ വീണ്ടും ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എയർ ട്രാഫിക് കൺട്രോളറിൽ നിന്നും വന്നിരുന്ന ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് 3000 അടി മെയിൻറ്റെയിൻ ചെയ്യണം എന്നതായിരുന്നു. ആൻഡ് അദ്ദേഹം ഒരു നിശ്ചിത അളവ് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് 3000 അടി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ മൂന്നാമത്തെ വാർണിംഗ് ആണ് കൊടുത്തിരുന്നത്. ആൻഡ് ആ വാർണിങ്ങിന് അദ്ദേഹം പറഞ്ഞിരുന്ന മറുപടി എന്ന് പറയുന്നത് അദ്ദേഹം മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷേ പറ്റുന്നില്ല. അതായത് 3000 അടി അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിരുന്ന ഒരു ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1800 അടി മാത്രമായിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തിന് ശേഷം പൈലറ്റിൽ നിന്ന് വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത് മെയ് ഡേ എന്നതായിരുന്നു. ആ മെസ്സേജിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഈ പ്ലെയിൻ ക്രാഷ് ആവുകയും ചെയ്തു.
ഇതിനകത്ത് ഈ മെയ് ഡേ എന്ന് പറയുന്ന മെസ്സേജ് അദ്ദേഹം 3 തവണയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊരു പാർഷ്യൽ മെസ്സേജ് മാത്രമാണ്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ആ ഒരു പ്ലെയിൻ ക്രാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെയ് ഡേ എന്ന് പറയുന്നത് ഇത്തരം എമർജൻസി സിറ്റുവേഷൻസിൽ എന്നെ സഹായിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ആപത്തിലാണ് എന്ന് അർത്ഥം വയ്ക്കുന്ന രീതിയിലുള്ളൊരു മെസ്സേജാണ് ഈ മെയ് ഡേ എന്ന് പറയുന്നത്. ഈ പ്ലെയിൻ ക്രാഷ് സംഭവിക്കുന്നത് ജിന്ന ഗാർഡൻ അടുത്തുള്ള മാലിർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മോഡൽ കോളനിയിലാണ്. ആ സമയത്ത് ആ ഗ്രൗണ്ടിൽ ഈ പ്ലെയിൻ ചെന്ന് ക്രാഷ് ആവുന്ന സമയത്ത് ഗ്രൗണ്ടിലുണ്ടായിരുന്ന 11 ആളുകൾക്കാണ് ഇഞ്ചുറി ഉണ്ടായത്. സോ എങ്ങനെയാണ് ഈ പ്ലെയിൻ ക്രാഷ് നടന്നത്? അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലെയിനകത്ത് ആവശ്യത്തിനുള്ള ഫ്യൂവൽ ഉണ്ടായിരുന്നോ എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. സോ ഈ റിപ്പോർട്ട് പ്രകാരം പ്ലെയിനകത്ത് 2 മണിക്കൂർ 34 മിനിറ്റ് ഓടാൻ വേണ്ടിയിട്ടുള്ള ഫ്യൂവൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്ലെയിൻ ആകെ ഓടിയിരിക്കുന്നത് 1 മണിക്കൂർ 33 മിനിറ്റ് മാത്രമാണ്. അതായത് ഫ്യൂവലിൻ്റെ കുറവ് കൊണ്ടല്ല ഈ ഒരു പ്ലെയിനിൻ്റെ ക്രാഷ് സംഭവിച്ചിരിക്കുന്നത്. സോ ഈ റിപ്പോർട്ട് പ്രകാരമുള്ള രണ്ടാമത്തെ സംശയം എന്ന് പറയുന്നത്, ആദ്യം ഈ പൈലറ്റ് ഈ പ്ലെയിൻ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ പ്ലെയിനിൻ്റെ എൻജിൻ എന്ന് പറയുന്നത് റൺവേയിൽ 3 തവണ ഇടിച്ചിട്ടുണ്ടായിരുന്നു. അതുവഴി സ്പാർക്കും ഉണ്ടായിട്ടുണ്ട്. സോ മേ ബി അതിൻ്റെ എൻജിൻ എന്തെങ്കിലും കേടുപാടുണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇത്തരം സംശയങ്ങൾ നമുക്ക് പ്രഥമ ദൃഷ്ടിയിൽ മാത്രം തോന്നുന്നവയാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ബോക്സിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരണം. അപ്പോൾ ഇത്രയാണ് PIA ഫ്ലൈറ്റ് ക്രാഷിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എഡിറ്റോറിയലിലോട്ട് പോവാം. അപ്പം നേരത്തെ നോക്കിയതുപോലെ ഹെഡിങ് എന്ന് പറയുന്നത് ഡേഞ്ചർ ഇൻ ദ എയർ ഓൺ PIA ഫ്ലൈറ്റ് ക്രാഷ്. The PIA crash is a reminder that the aviation industry provides little margin for error. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നത്തിങ്, ഒന്നുമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ PIA ക്രാഷ് എന്ന് പറയുന്നത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എററുകൾക്ക്, തെറ്റുകൾക്ക് വളരെ കുറച്ച് സ്ഥാനം അല്ലെങ്കിൽ സ്ഥാനം തന്നെ നൽകുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് PIA ക്രാഷ് എന്ന് പറയുന്നത്. From we are comfortable now established on ILS 25L that soon led to a repeated declaration of May Day, the partial transcript of air traffic control conversation that is available offers an insight into the catastrophic end to PK 8303. അതായത് ഇതിനകത്ത് കറ്റാസ്ട്രോഫിക്കിൻ്റെ മീനിങ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, ഇൻവോൾവിങ് ഓർ കോസിങ് സഡൻ ഗ്രേറ്റ് ഡാമേജ് ഓർ സഫറിങ്, അതായത് ദുരന്തം. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 വാർണിംഗ്സ് ആണ് പൈലറ്റിന് എയർ ട്രാഫിക് കൺട്രോളറിനടുത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യത്തെ 2 കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ആദ്യത്തെ 2 വാർണിംഗ്സിനും അദ്ദേഹം തന്നിരുന്ന റിപ്ലൈ എന്ന് പറയുന്നത് അദ്ദേഹം ആ ഒരു പർട്ടിക്കുലർ ആൾട്ടിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണ്, അദ്ദേഹം ഓക്കെ ആണ് എന്നാണ്. സോ അതാണ് ഇതിനകത്ത് പറയുന്നത്. അദ്ദേഹം ആദ്യം തന്നിരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആണ്, അദ്ദേഹം കംഫർട്ടബിൾ ആണ് എന്നതായിരുന്നു. അതിനുശേഷം അധികം സമയം കഴിയാതെ തന്നെയാണ് മെയ് ഡേ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ വരുന്നത്. മെയ് ഡേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും അപകടത്തെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ആപത്തുണ്ട്, അദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് സിംബലൈസ് ചെയ്യുന്ന ഒരു വാക്കാണ് ഈ മെയ് ഡേ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹെൽപ്പ് വേണം എന്നൊന്നാണ് ഈ മെയ് ഡേ. അങ്ങനെ മെയ് ഡേ എന്ന് പറയുന്ന ആ ഒരു വാക്ക് അദ്ദേഹം 3 തവണ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു ഡിക്ലറേഷന് ശേഷം അധികം വൈകാതെ തന്നെ ആ പ്ലെയിൻ ക്രാഷ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രമാത്രം സീരീസ് ഓഫ് കമ്മ്യൂണിക്കേഷൻസ് നടക്കുകയും ആ ഒരു കമ്മ്യൂണിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്ലെയിൻ ക്രാഷ് സംഭവിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? PK 8303 എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഇങ്ങനെ എൻഡ് ചെയ്യാൻ കാരണം എന്താണ്? ഈ ഒരു ദുരന്തത്തിന് കാരണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനൊരു ഉൾക്കാഴ്ച തരുന്നത് നമ്മൾ ഈ പകുതിക്ക് വെച്ച് നിർത്തിപ്പോയ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. അതാണ് ആ ഒരു ആദ്യത്തെ സെൻറ്റൻസിൽ പറയുന്നത്. The Pakistan International Airlines flight from Lahore to Karachi with 91 passengers and 8 crew was operated using an Airbus A320-214, an aircraft type that is one of aviation's reliable and modern workhorses. അപ്പോൾ ഈ പാകിസ്ഥാൻ ഇൻ്റർനാഷണൽ എയർലൈൻസ് എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ലാഹോർ ടു കറാച്ചിയാണ് പോകുന്നത്. അതിനകത്ത് 91 പാസഞ്ചേഴ്സും 8 ക്രൂവും ഉണ്ടായിരുന്നു. ആൻഡ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന എയർബസ് എന്ന് പറയുന്നത് A320-214 എന്ന് പറയുന്നതാണ്. ആൻഡ് ആ ഒരു എയർബസ് എന്ന് പറയുന്നത് മോഡേൺ വർക്ക് ഹോഴ്സും അതേപോലെ ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒന്നും തന്നെയാണ്. അടുത്തത്, initially, while visual evidence as photographs and video footage offered some clues about what might have overwhelmed the pilots of the nearly 16-year-old jetliner, it is the recovery later of the crucial black boxes that is significant. അപ്പോൾ ഇതിനകത്ത് ജെറ്റ്ലൈനർ എന്ന് പറയുന്നത് ലാർജ് ജെറ്റ് എയർക്രാഫ്റ്റ് ക്യാരിങ് പാസഞ്ചേഴ്സ്. അപ്പോൾ അതായത് ഈ ജെറ്റ് എയർക്രാഫ്റ്റ് നമ്മളിപ്പോൾ ഈ പറയുന്ന എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ആ പ്ലെയിൻ അതിനെയാണ് ആ പറയുന്നത്.
അപ്പോൾ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ വിഷ്വൽ എവിഡൻസ് എന്നിപ്പോൾ അവർ പറയുന്നത് ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ വഴി എന്തുകൊണ്ടായിരിക്കും ഈ 16 വയസ്സ് പ്രായമുള്ള അല്ലെങ്കിൽ 16 വർഷം പഴക്കമുള്ള ഈ ഒരു ജെറ്റ് ലൈനറിൻ്റെ പൈലറ്റിന് ഇത്രമാത്രം ഒരു പ്രശ്നം ഉണ്ടായത് ലാൻഡിങ്ങിൻ്റെ കാര്യത്തിലും, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമുള്ള ബുദ്ധിമുട്ടുകൾ, ആ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഇതൊക്കെ നടക്കാൻ കാരണം എന്താണ് എന്ന് ചിലപ്പോൾ നമുക്കൊന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അതിലേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ ബ്ലാക്ക് ബോക്സിൻ്റെ റിക്കവറി നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഇൻഫർമേഷൻ തന്നെയായിരിക്കും. അടുത്തത്, ഇൻ ദ ബാക്ക് ഡ്രോപ്പ് ടു ഇസ് ദി ഓഫർ ഓഫ് ഫുൾ ടെക്നിക്കൽ അസിസ്റ്റൻസ് ബൈ ദി മാനുഫാക്ചറർ, Airbus, and the involvement of Western Air Safety Agencies and Pakistani's inquiry team. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ, ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറയുന്ന പാകിസ്ഥാനി ഇൻക്വയറി ടീം, മാനുഫാക്ചറർ, എയർബസ്, അതേപോലെ വെസ്റ്റേൺ എയർ സേഫ്റ്റി ഏജൻസീസ്, ഇവരുടെയൊക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകും എന്നൊരു ഓഫറാണ് അവർ തന്നിരിക്കുന്നത്. ദെൻ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിൽ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും എന്നൊരു ഓഫറാണ് അവർ തരുന്നത്. And these factors will aid investigators in getting a handle on the series of events. അപ്പോൾ ഈ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് നേരത്തെ പറഞ്ഞ പോലെ 2 തവണ വാർണിംഗ് കൊടുക്കുന്നു, അദ്ദേഹം അത് ഇഗ്നോർ ചെയ്യുന്നു, അദ്ദേഹം ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, ഫെയിലിയർ ആവുന്നു, ദെൻ അദ്ദേഹം വീണ്ടും ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു, അപ്പോൾ അദ്ദേഹം മെയ് ഡേ ഡിക്ലെയർ ചെയ്യുന്നു, പ്ലെയിൻ ക്രാഷ് ആവുന്നു. അപ്പോൾ ഈ ഒരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് എന്തുകൊണ്ടാണ് നടന്നത് എന്നുള്ള ഇൻവെസ്റ്റിഗേഷന് ഇത്രയും ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ സഹായം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. May 22nd, the day of the accident, there are 2 survivors, also marked the 10th anniversary of another air disaster, the crash of 812 and Air India Express flight on the Dubai-Mangaluru sector. അതായത് മെയ് 22 എന്ന് പറയുന്നത് ഈ ആക്സിഡൻറ്റ്, അതായത് PAA ഫ്ലൈറ്റ് ക്രാഷ് നടന്ന ദിവസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 99 ആളുകൾ, അതിനകത്ത് 97 ആളുകൾ മരണപ്പെട്ടു, 2 പേര് മാത്രമാണ് രക്ഷപ്പെട്ടത്. അതുപോലെ ഈ മെയ് 22 എന്ന് പറയുന്നത് വേറൊരു എയർ ഡിസാസ്റ്റർ, അതായത് 9812 എന്ന് പറയുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റിൻ്റെ ഒരു ഡിസാസ്റ്ററിൻ്റെ ഒരു ഓർമ്മ ദിവസമാണ്. അതായത് 10th ആനിവേഴ്സറി ആണ് ആ ഒരു ആക്സിഡൻറ്റിൻ്റെ. ആൻഡ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ദുബായ് ടു മംഗളൂരു ആണ് ട്രാവൽ ചെയ്തിരുന്നത്. എയർ സേഫ്റ്റി കമൻറ്റേറ്റേഴ്സ് പോയിന്റ് ഇൻ എ റെലവൻറ്റ് ഡയറക്ഷൻ. അതായത് എയർ സേഫ്റ്റി കമൻറ്റേറ്റേഴ്സ് എല്ലാം വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ ഡയറക്ഷനിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. Though authorities in Pakistan and PIA, an established flag carrier, have detailed the plane's technical, flight and maintenance history, there is a swirl around the operator's not so impressive air safety record. അതായത് ഈ പാകിസ്ഥാൻ്റെയും അതേപോലെ PIA നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഫ്ലാഗ് കാരിയറാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ്റെയും PIAയുടെയും അതോറിറ്റീസ് ഈ പ്ലെയിൻ്റെ ഫ്ലൈറ്റ്, അതേപോലെ ടെക്നിക്കൽ മെയിൻ്റെനൻസ് ഹിസ്റ്ററിനെ കുറിച്ച് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലും ഏറ്റവും കൂടുതൽ സംശയം തോന്നുന്ന ഒന്നെന്ന് പറയുന്നത് ഈ ഓപ്പറേറ്ററിൻ്റെ, അതായത് പൈലറ്റിൻ്റെ അത്ര ഇംപ്രസീവ് അല്ലാത്ത, അത്ര നല്ലതല്ലാത്ത ആ എയർ സേഫ്റ്റി റെക്കോർഡാണ്. അടുത്തത്, ദർ ഇസ് ഓൾസോ അനദർ കോ ആൻഡ് റിലേറ്റഡ് ഇഷ്യൂ. വേറെ ഇതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് വേറൊരു കോർ ഇഷ്യൂവും കൂടിയുണ്ട്. The COVID-19 pandemic has caused commercial airline operations and balance sheets, but with airline managers across the world attempting to give wings to their fleets after prolonged grounding, experts highlight a key phrase, no half measures. അപ്പോൾ ഇതിനകത്ത് സ്കോച്ച്ഡ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ബേൺ ദ സർഫസ് ഓഫ് സംതിങ് വിത്ത് ഫ്ലെയിം ഓർ ഹീറ്റ്, അതായത് കരിച്ചു കളയുക, അതാണ് സ്കോച്ച്ഡ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് COVID-19 പാൻഡമിക് കാരണം കൊമേഴ്ഷ്യൽ എയർലൈൻ ഓപ്പറേഷൻസും അതേപോലെ ബാലൻസ് ഷീറ്റ്സും നശിച്ചു പോയി. അതായത് അവയ്ക്കൊന്നും ഇപ്പം ട്രാൻസ്പോർട്ടേഷൻസൊന്നും നടക്കാത്തത് കൊണ്ട് ഈ എയർലൈൻ ഓപ്പറേഷൻസും അല്ലെങ്കിൽ ഈ ബാലൻസ് ഷീറ്റ്സൊക്കെ താറുമാറായിപ്പോയി, അത്രേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എയർലൈൻ മാനേജേഴ്സൊക്കെ ശ്രമിക്കുന്നത് ഈ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻസൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ. അതായത് അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ടു ഗിവ് വിങ്സ് ടു ദിയർ ഫ്ലീറ്റ്സ്. അതായത് ഇത്രമാത്രം പ്രൊലോങ്ഡ് ഗ്രൗണ്ടിങ്, ഇത്ര നീണ്ട നാൾ ഈ എയറോപ്ലെയിൻസ് ഒന്നും ഒരു രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻസും നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അതിനെ ഒരു ശമനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അതിനെ ഒരു അറുതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തിരിച്ച് വീണ്ടും ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻസ് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഈ എക്സ്പേർട്സ് പറയുന്ന ഒരു കീ ഫ്രേസ് ഉണ്ട്, അവർ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കീ ഫ്രേസ് ഉണ്ട്, അതായത് നോ ഹാഫ് മെഷേഴ്സ്. ഒരു എളുപ്പ വഴികളും പാടില്ല, വേണ്ട രീതിയിൽ എല്ലാ തരത്തിലുള്ള ചെക്കുകളും നടത്തണം എന്നതാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്ന പറയുന്ന ഒരു കീ ഫ്രേസ് എന്ന് പറയുന്നത്.
The necessity of flying machines being returned to service after a complete maintenance check, and more importantly, aircrew being allowed at the controls only after key proficiency check in a full flight simulator have to be stressed repeatedly. അപ്പോൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇപ്പോൾ നീണ്ട നാൾ ഇത് ഗ്രൗണ്ടിൽ തന്നെ ആയിരുന്നു, ഇത് യാതൊരു രീതിയിൽ ട്രാൻസ്പോർട്ടേഷൻസും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് സർവീസിന് പോകുന്നതിന് മുന്നേ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിൻ്റെ കംപ്ലീറ്റ് മെയിൻ്റെനൻസ് ചെക്ക് നടത്തിയിരിക്കണം. അതൊന്ന്. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ എയർക്രാഫ്റ്റ്സിനെ എല്ലാം ഒരു ഫുൾ ഫ്ലൈറ്റ് സിമുലേറ്ററിൽ കീ പ്രൊഫഷൻസി ചെക്കുകൾ നടത്തിയതിന് ശേഷം മാത്രം ഇതിൻ്റെ കൺട്രോൾ എയർ ക്രൂവിന് നൽകുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് തന്നെ, അതായത് ഈ രണ്ട് കാര്യങ്ങൾ നിർബന്ധമായി പാലിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. Then അടുത്തത്, this is a subject that aviation regulators can ill afford to overlook and a challenge too, given that it is airlines with deep pockets or with access to financial lifelines that can bridge such issues. അതായത് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏവിയേഷൻ റെഗുലേറ്റേഴ്സിന് ഒരിക്കലും അവഗണിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഓവർലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവഗണിക്കുക, അതേപോലെ ഇൽ എഫേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അതായത് ഏവിയേഷൻ റെഗുലേറ്റേഴ്സിന് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് അവഗണിക്കാൻ പറ്റുന്ന ഒന്നല്ല. ആൻഡ് എ ചലഞ്ച് ടു, അതൊരു ചലഞ്ചും കൂടിയാണ്. കാരണം ദിസ് ഈസ് എയർലൈൻസ് വിത്ത് ഡീപ് പോക്കറ്റ്സ്, അതായത് അത്രമാത്രം സമ്പന്നരായിട്ടുള്ളവരാണ് ഈ എയർലൈൻസ് എന്ന് പറയുന്നത്. ഓർ വിത്ത് ആക്സസ് ടു ഫിനാൻഷ്യൽ ലൈഫ് ലൈൻസ് ദാറ്റ് ക്യാൻ ബ്രിഡ്ജ് സച്ച് ഇഷ്യൂസ്, അല്ലെങ്കിൽ അത്രമാത്രം ഫിനാൻഷ്യൽ ലൈഫ് ലൈൻസിലോട്ട് ആക്സസ് ഉള്ള ആളുകളാണ് ഈ എയർലൈൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം വിഷയങ്ങൾ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. The tragedy in Pakistan has also spotlighted another long-standing safety concern. അപ്പോൾ ഈ പാകിസ്ഥാനിൽ നടന്നിരിക്കുന്ന PIA ഫ്ലൈറ്റ് ക്രാഷ് എന്ന് പറയുന്നത് വേറെ ഒരു കുറേ നാളായിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു സേഫ്റ്റി കൺസേണിലോട്ടും കൂടിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. Then the crippled jet's fury ends while on approach in a densely populated neighborhood lining the airport highlights the danger of buildings and obstacles affecting airline operations and safety. അപ്പോൾ crippled means severely damaged, നശിച്ചു പോയ ഒന്ന്, അത്രമാത്രം നശിച്ചു പോയ ഒന്ന്. ഓക്കെ. ദെൻ ഫ്യൂറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേണിംഗ്, ഫ്ലാഷിംഗ്, ഫ്ലെയിമിംഗ്, സ്മോൾഡറിങ് എക്സെട്ര. അപ്പോൾ ഫ്യൂറി എന്ന് വെച്ചാൽ അത്രമാത്രം കഠിനമായ, മോശമായ, ഭീകരമായ, അതായത് ഈ ഒരു ജെറ്റിൻ്റെ ഇത്രമാത്രം കഠിനമായ അല്ലെങ്കിൽ ഭയാനകമായ എൻഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എയർലൈനിൻ്റെ തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ എയർലൈനോട് ചേർന്ന് ഇത്രമാത്രം വലിയ വലിയ ബിൽഡിങ്സോ അല്ലെങ്കിൽ ഇത്രമാത്രം ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ അത് ഈ എയർലൈൻ ഓപ്പറേഷൻസ് അതേപോലെ എയർലൈൻ സേഫ്റ്റിക്ക് ഒരു തടസ്സമായിട്ടാണ് നിൽക്കുന്നത്. In India, the authorities concerned have often glozed over High Court orders to demolish structures around aerodromes that violate stringent guidelines laid down by the International Civil Aviation Organization. അപ്പോൾ ഗ്ലോസ്ഡ് ഓവർ എന്ന് പറയുന്നത് ടു ഇഗ്നോർ ഓർ അവോയ്ഡ് അൺപ്ലസൻറ്റ് ഫാക്ട്സ്, അതായത് അവഗണിക്കുക, ടു ഇഗ്നോർ അത് തന്നെയാണ് മീനിങ്. ദെൻ എയറോഡ്രോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ട് എന്നാണ്. ഓക്കെ. അപ്പോൾ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ്റെ അഭിപ്രായ പ്രകാരം ഈ എയർപോർട്ട്സിന് ചുറ്റുമുള്ള ബിൽഡിങ്സിന് ഒരു നിശ്ചിത ഹൈറ്റേ പാടുള്ളൂ എന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഹൈക്കോർട്ട് ഒരു ഓർഡർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത്തരം ഹൈറ്റിന് മുകളിലുള്ള എല്ലാ ബിൽഡിങ്സിനെയും പൊളിച്ചു മാറ്റണം അല്ലെങ്കിൽ അവയെ അവിടുന്ന് ഒഴിവാക്കണം എന്നതായിരുന്നു. പക്ഷേ നമ്മുടെ ഇന്ത്യയിലുള്ള പല അതോറിറ്റീസും ഈ ഒരു ഹൈക്കോർട്ട് ഓർഡറിനെ അവഗണിച്ചിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യുന്നത്. Then, in the interest of aviation safety, airline crew do deserve a comfort margin, and in an extreme event, every chance at pulling off a sully, as the world wished the PIA crew to have done. അപ്പോൾ ഇതിനകത്ത് പുള്ളിങ് ഓഫ് എന്ന് പറഞ്ഞാൽ ടു ക്യാരി ഔട്ട് ഡിസ്പൈറ്റ് ഡിഫിക്കൽട്ടീസ്, അതായത് എത്രയൊക്കെയാണ് സിറ്റുവേഷൻ എങ്കിൽ പോലും മുന്നോട്ട് പോവുക, ടു കണ്ടിന്യൂ, അതാണ്. ദെൻ സള്ളി എന്ന് വെച്ചാൽ ആക്ട് ഓഫ് ഡാമേജിങ് ദ പ്യൂരിറ്റി ഓർ ഇൻറ്റഗ്രിറ്റി ഓഫ്, അതായത് എന്തെങ്കിലും ഒന്ന് നശിപ്പിക്കുന്ന പ്രവൃത്തി, അതാണ് സള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എത്രയാണ്, ഏവിയേഷൻ സേഫ്റ്റിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എയർലൈൻ ക്രൂവിന് ഒരു കംഫർട്ട് സ്പേസ് അല്ലെങ്കിൽ കംഫർട്ട് മാർജിൻ കൊടുക്കുക എന്നുള്ളത് ആവശ്യമായ കാര്യം തന്നെയാണ്. പക്ഷെ എന്നാൽ അതേ സമയത്ത് ഒരു എക്സ്ട്രീം സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും അവർക്ക് അവിടെ ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാണ് PIA ക്രൂ ചെയ്തിട്ടുണ്ടാവണമെന്ന് ഈ വേൾഡ് തന്നെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു എഡിറ്റോറിയലിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഞാൻ ഇനിയും ഇത്തരം വീഡിയോസ് ഇടുന്നതായിരിക്കും. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.